കയറാൻ. സോ ബേസിക്കലി ഞാൻ ഈ ഇൻട്രോ എടുക്കുന്നത് ഇപ്പോൾ നമ്മുടെ ട്രിപ്പ് ഓൾമോസ്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ഡെസ്റ്റിനേഷനിൽ എത്താറായപ്പോഴാണ് കേട്ടോ. ഞാനൊരു ഇൻട്രോ എടുക്കാൻ മറന്നു, അതാണ് സത്യം. ഇൻട്രോ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ആദ്യം തൊട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ആദ്യം പോയി കണ്ടേക്ക്. എന്നിട്ട് നമുക്ക് ഇവിടെ തന്നെ എത്തിയിട്ട് തിരിച്ചു തുടങ്ങാം. ഓക്കെ. ദോശയൊക്കെ സെറ്റല്ലേ? ഇത് നന്നായിട്ട് വിശക്കണം, കഴിച്ചാലോ? ദോശ റെഡിയാണ്, നമുക്ക് കഴിച്ചാലോ? അതല്ലോ ചട്നി കൊള്ളാമ്മ. കഴിച്ചിട്ട് വരാം. ഇറങ്ങട്ടെ കേട്ടാ, പോയിട്ട് വരാം. നമുക്ക് പോവാൻ നോക്കാം. എന്നാ ഇനി നേരെ പോയിട്ട് നമ്മൾ നേരെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാട്ടോ പോകുന്നത്. കാരണം നമുക്ക് നൈറ്റാണ് ഫ്ലൈറ്റ്, 11:30-ക്കാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വർക്കിങ്ങും ആണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് തൃശ്ശൂരിൽ നിന്ന് ഇറങ്ങി അവിടെ എത്താനായിട്ട് ബുദ്ധിമുട്ടുള്ള കാരണം കൊണ്ട് നമ്മളിന്ന് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടാണ് വർക്ക് ചെയ്യണം. ഫുൾ സിസ്റ്റം കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പോവാം. നേരെ എറണാകുളം ചെറായിലാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ വീട്. അവിടെ പോയിട്ട് രാത്രിയാണ് എയർപോർട്ടിൽ പോവാം. അപ്പോൾ വേറെ പിന്നെ ബാഗ്, ഫോണ്, ഓൾ സെറ്റ്. ഇറങ്ങാൻ നോക്കിയാലോ? ഞാൻ മാമടുത്ത് പറഞ്ഞിട്ട് വരാം. ഞങ്ങൾക്ക് രാത്രി 11:00-ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് വർക്കിംഗ് ആയതുകൊണ്ടേ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എത്തില്ലല്ലോ ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ മോർണിംഗ് ഷിഫ്റ്റ് എടുത്തിട്ട് അച്ഛൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വർക്ക് ചെയ്യാൻ പോവാം. അപ്പം എല്ലാം സെറ്റാ, നമുക്ക് പോവാം. ഓക്കെ ബൈ. വാ വാ ഓക്കെ അമ്മ ബൈ. ഓക്കെ പോയിട്ട് വരാം. വിയറ്റ്നാമിലെ യാത്രകൾ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ മാമാ, അപ്പൊ ബൈ. എന്റെ വീഡിയോക്ക് വന്നാ ശരി. അപ്പൊ ബൈ. ശരിട്ടാ, പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് കാണാം, അടുത്ത ആഴ്ച. ഓക്കെ ശരി മാമാ. ഓക്കെ ബൈ ബൈ ബൈ. ശരി ശരി ശരി. ആ ഓ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഗായ്സ്. ഇപ്പതേ നമ്മളിനി സ്ട്രെയിറ്റ് എറണാകുളം ചെറായിലോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തുന്നതൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, നോക്കട്ടെ. എന്നിട്ട് പറ്റിയില്ലെങ്കിൽ എയർപോർട്ടിലെത്തിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ എയർപോർട്ടിലെത്തിയിട്ടോ. നമ്മുടെ ചെക്കിനും എല്ലാം കഴിഞ്ഞു, ഇമിഗ്രേഷൻ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾ ഇവിടെ ഫുഡ് കോർട്ടിൽ വന്നിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്, ഇങ്ങോട്ട് വരും. നല്ല വിശപ്പുണ്ട് കാരണം ഞങ്ങൾ ഈവനിങ് നല്ല അടിപൊളി പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കി തന്നോട്ടോ. അജിത്തിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയത് ഞാൻ എടുക്കാഞ്ഞതാണ് കേട്ടോ, കാരണം ഞങ്ങൾക്ക് നല്ല വർക്ക് തിരക്കായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇനി വീഡിയോ എടുക്കലും എല്ലാം കൂടിയിട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒരു മോർണിംഗ് 10 o'clock അവിടെ എത്തിയായിരുന്നു. എന്നിട്ട് പിന്നെ ത്രൂ ഔട്ട് വർക്കിംഗ് ആയിരുന്നു, ഫുൾ വർക്കിംഗ്, ബിസി ആയിരുന്നു. പിന്നെ ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി എത്തി. അപ്പം ഞങ്ങൾക്ക് ആ ടൈമിൽ തീരെ വിശക്കുന്നുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അവർ, പ്രഭാതം ചേച്ചിയൊക്കെ. പിന്നെ ഈവനിങ്ങിൽ പഴംപൊരിയൊക്കെ കഴിച്ചാൽ വിശപ്പുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന്. പതിനൊന്ന് 10 നമ്മൾ ഫ്ലൈറ്റ് എടുക്കും. കോമഡി, പിന്നെ ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ടറ്റത്താണ് സീറ്റ്. ഒരു ബന്ധമില്ല. ഇനിയിപ്പോൾ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു നോക്കണം സീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടോയെന്നോ. അങ്ങനെയാണെങ്കിൽ ഇരിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് ദിക്കിലായിരിക്കും. ടിക്കറ്റ്സ് എടുക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് സീറ്റ് ബുക്ക് ചെയ്തില്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മൾ രണ്ടുപേരും രണ്ടറ്റത്താണ് ഇരിക്കുന്നത്. കുഴപ്പമില്ല, അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ വിൻഡോ സീറ്റ് ചോദിച്ച് വാങ്ങി. പിന്നെ കയറി കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിലോട്ട് നോക്കിയപ്പോൾ ഒരുപാട് സീറ്റ് വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ ഏതെങ്കിലും ആൾക്കാരുടെ അടുത്ത് ചോദിച്ച്
അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതാ കാണുന്നത് അജിത്തിൻ്റെ തലയാണ് കേട്ടോ. നമ്മൾ പോയിന്റിൽ നിന്ന് പോയല്ലേ. ഓക്കെ, ടേക്ക് ഓഫ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ബാക്കിൽ നോക്കിയപ്പോൾ ഒരു അങ്കിളിനെ കണ്ടു. ആളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു. ആളാണെങ്കിൽ ഭയങ്കര കൈൻഡായിട്ട് നിങ്ങൾ കപ്പിളാണോ, എങ്കിൽ പിന്നെ നിങ്ങൾ ഒരുമിച്ചിരിക്കേ, ട്രിപ്പൊക്കെ പോണതല്ലേ എന്ന്. അപ്പോൾ ഞങ്ങൾ ഓക്കെ അങ്കിൾ എവിടെയായിരുന്നു ഇത്രയും നാൾ, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ മൈൻഡ്. ഫ്ലൈറ്റിൽ തന്നെ ഏറ്റവും ബാക്കിലുള്ള റോല് അങ്ങനെ ഞങ്ങൾ സ്ഥാനം ഉറപ്പിച്ചു. ബൈ ദ വേ, നമ്മൾ ഇതുവരെ കാര്യത്തിലോട്ട് എത്തിയില്ല. വിയറ്റ്നാം, അതാണ് നമ്മുടെ കാര്യം കേട്ടോ. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ച് അങ്ങനെയൊന്നും അല്ല കേട്ടോ. പെട്ടെന്ന് പൊട്ടിമുളച്ചുണ്ടായ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു പാക്കേജ് ബുക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് വിയറ്റ്നാം എന്ന് ചോദിച്ചാൽ, പണ്ടെപ്പോഴോ നമ്മുടെ ട്രെയിൻ സ്ട്രീറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മുടെ ടോവിനോ മച്ചാൻ നിൽക്കണ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് പൊടി തട്ടിയെടുത്തു, അത്രേ ഉള്ളൂ. 5 days 4 nights വരുന്ന ഒരു അടിപൊളി പ്ലാൻ ആട്ടോ. നമ്മൾ 2 regions കവർ ചെയ്യുന്നുണ്ട്, ഡാനാങ്ങും ഹനോയും. അപ്പം നിങ്ങൾ പോരും ഞങ്ങളുടെ കൂടെ. നമ്മളങ്ങനെ തായ്ലാൻഡ് ബാങ്കോക്കിലെത്തി കേട്ടോ. ബാങ്കോക്ക് എയർപോർട്ടിലേക്കായിരുന്നു നമ്മൾ ഡയറക്റ്റ് കൊച്ചിയിൽ നിന്ന് കയറിയത്. അപ്പോൾ സേഫായിട്ട് നമ്മൾ ബാങ്കോക്ക് എയർപോർട്ടിലെത്തി. ഇപ്പം നമ്മുടെ നാട്ടിലെ സമയം ഏകദേശം ഒരു 3:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സോൺ ചേഞ്ച് ആയതുകൊണ്ട് ഒരു 4:45 കറക്റ്റ് പറഞ്ഞിരുന്ന ആ ടൈമിൽ തന്നെ എക്സാക്റ്റ് നമ്മളെത്തി. ഇനി നമുക്കിവിടെ 4 hours ലേ ഓവർ ഉണ്ട് കേട്ടോ. പോസ്റ്റാണ്, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. അജിത്ത് സ്റ്റെക്കല്ലോ. കുറച്ച് നേരം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് ഇനി നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് 7:30-ക്കാണ് കേട്ടോ. 7:30-ക്ക് ഇവിടെ ബാങ്കോക്ക് ടു ഡനാങ്, വിയറ്റ്നാം. നമ്മളിവിടെ ഇറങ്ങിയിട്ട് ഈ ഗേറ്റ് ഒന്ന് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് കിട്ടും. കാരണം സോണിൻ്റെ മാത്രമേ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഗേറ്റ് ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഇൻഫർമേഷൻ സെൻറ്ററിലൊക്കെ തപ്പിയിട്ടും നമുക്ക് വേറെ ഏതോ ഗേറ്റ് നമ്പറൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ വേറൊരു സ്ഥലത്ത് ചോദിച്ചപ്പോൾ പറയാം ആ ഒരു ഗേറ്റ് നമ്പർ ഇൻ്റർനാഷണൽ ടെർമിനലിൽ ഇവിടെ ഇല്ല അത്ര. അങ്ങനെ കുറച്ച് കറങ്ങിയടിച്ച് നടന്നിട്ട് ഫൈനലി ഞങ്ങൾ 21st ഗേറ്റിൽ വന്നിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾക്കൊരു 7:50-ക്കാണ് ഫ്ലൈറ്റ് എടുക്കണം എക്സാക്റ്റ് ടൈം. പിന്നെ 9:30-ക്ക് അവിടെ എത്തും. അപ്പോൾ വിശക്കാൻ ചാൻസ് ഉണ്ടല്ലോ. സോ ഞങ്ങളിവിടെ നിന്നൊരു ടൂണ സാൻഡ്വിച്ച് മേടിച്ചു. ഇത് തായ്ലൻഡ് ആയതുകൊണ്ട് തായ് ബാത്തിലാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇതിന് ഓൾമോസ്റ്റ് ഒരു 150 ഒക്കെ തായ് ബാത്ത് വരുന്നു. ടൂണ ഫിഷ് എനിക്ക് ആക്ച്വലി വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ സാൻഡ്വിച്ചിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. അതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ പറയാം. വിയറ്റ്നാമിലെ മെയിൻ ആയിട്ടുള്ള ഈ 3 റീജിയൻസും പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വിയറ്റ്നാമിലെ ഒരു പ്ലേസ് ആണ് കേട്ടോ ഫൂക്കോക്ക്. ഇതെല്ലാം കൂടി കവർ ചെയ്യാനായിട്ട് ഒരു 10-12 ദിവസമെങ്കിലും വേണം. അങ്ങനെയൊക്കെ ഒരു കൺട്രി വിസിറ്റ് ചെയ്യണം എന്നായിരുന്നു കേട്ടോ എൻ്റെ ആഗ്രഹം. പക്ഷേ നമുക്ക് ലീവ് എന്ന് പറഞ്ഞൊരു സംഭവം വേണമല്ലോ. അതില്ലാത്തത് കൊണ്ട് നമുക്കത് അത്ര പോസിബിൾ അല്ല. എനിക്ക് ആ സാൻഡ്വിച്ച് അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. അങ്ങനെ ഉള്ള ലീവും സാറ്റർഡേസും സൺഡേസും ഒക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ ഇൻസ്റ്റയിലൊക്കെ വിയറ്റ്നാമിൻ്റെ വൈറലായിട്ടുള്ള പിക്സ് ഒക്കെ ഓൾമോസ്റ്റ് വരുന്നത് നമ്മുടെ ഹനോയ് ഡാനാങ്ങിലാണ്. അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള കപ്പിളായിട്ടുള്ള ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണ് കേട്ടോ. അതിൻ്റെ ഒരു കുഞ്ഞ് എക്സൈറ്റ്മെൻ്റ് ഒക്കെ നമുക്കുണ്ട്. അതേ എക്സൈറ്റ്മെൻറ്റോടുകൂടി നിങ്ങൾ പോര്, ഞാൻ കാണിച്ചു തരാം വിയറ്റ്നാമൊക്കെ. പിന്നെ ഡീറ്റെയിൽസും എക്സ്പെൻസസും ഒക്കെ ഞാൻ വരുന്ന വ്ളോഗിലൊക്കെ പറയാം കേട്ടോ. നമുക്ക് ഗേറ്റിലിരുന്ന് ബോറടിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് ഫ്ലൈറ്റൊക്കെ കാണാമെന്ന്. അത് ഇവിടെ എയർ ഏഷ്യ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു ഫ്ലൈറ്റ് അവിടെ പോകുന്നുണ്ട് കണ്ടോ, ഫുൾ ഓഫ് എയർ ഏഷ്യ. മോർണിംഗ് ഇപ്പോൾ ഒരു 7 hour ആയിട്ടോ. ഒരു 7 hour ആയിട്ടുണ്ട്. എനിക്കത് നമ്മുടെ ഇപ്പോൾ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് കയറാം. കണ്ടോ, പിന്നാലേക്ക് ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും ട്രിപ്പ് പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള 2 ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ പോകേണ്ട പ്ലേസുകളുടെ ഒരു വലിയ ബക്കറ്റ് ലിസ്റ്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പണ്ടൊക്കെ നമുക്കൊരു ട്രിപ്പ് പോകണമെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ പെർമിഷൻ മാത്രമേ വേണ്ടിയിരുന്നു. കുറച്ചുകൂടി വലുതായപ്പോൾ എനിക്ക് മനസ്സിലായി ട്രിപ്പ് പോകാനായിട്ട് പെർമിഷനും വേണം, അതിൻ്റെ കൂടെ പൈസയും വേണം. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും കൂടിയിട്ട് സമയം അത് വല്ലാത്തൊരു വില്ലനാണല്ലേ. ഫൈനലി നമ്മളങ്ങനെ വിയറ്റ്നാമിലെത്തിയിട്ടോ.
നല്ല ക്ഷീണത്തിലാണ്. നമ്മൾ ജസ്റ്റ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നുകൊണ്ടിരിക്കുക. എന്താ പറയുക, നല്ല ഉറക്കമായിരുന്നു. ഇനിയിപ്പോൾ ഡയറക്റ്റ് ഇവിടുന്ന് ഹോട്ടലിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് കയറിയിട്ട് നല്ല ഒന്ന് ഉറങ്ങണം. എന്നിട്ട് നമ്മൾ ഉച്ചയ്ക്ക് ഒരു 3 o'clock ഒക്കെ ആകുമ്പോഴേ ഇനി നെക്സ്റ്റ് അല്ല, ഫസ്റ്റ് പരിപാടി തുടങ്ങുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ തായ്ലാൻഡിൽ നിന്ന് ഇറങ്ങി വിയറ്റ്നാം എത്തി. ഇനി വിയറ്റ്നാമിലെ കാഴ്ചകളൊക്കെ കാണാം. ആക്ച്വലി ഇവിടെ ഭയങ്കര തിരക്കാണ്. അവിടെ കുറച്ച് തിരക്ക് കുറവുണ്ട്. അപ്പോൾ ബാക്കിയുള്ള നിൽക്കാൻ പറ്റുമോ എന്നറിയാനായിട്ട് അജിത്തൊന്ന് ചോദിച്ചതാണ്. പക്ഷെ അതെന്തോ സ്പെഷ്യൽ കൺസിഡറേഷനാണ്. പറ്റില്ല. $10 ഓ ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം. വെറുതെ എന്തിനാ എക്സ്ട്രാ. പിന്നെ നമ്മുടെ ഗൈഡ് ഓർ ഡ്രൈവർ പുറത്ത് വെയിറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പോകാം എന്തായാലും. ബാക്കി ഫോർമാലിറ്റീസൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് സിം എടുക്കണം. മറ്റേ ഡോളറായിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് ആ കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ട് ഇനി വിയറ്റ്നാമി കറൻസി ആക്കണം. വിയറ്റ്നാമിൽ ഡോങ് എന്നാണ് കേട്ടോ കറൻസീൻ്റെ പേര്. അപ്പോൾ അതാണ് ഇനി പരിപാടി. ബാക്കി ഓൾമോസ്റ്റ് പരിപാടികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇറങ്ങാം വിയറ്റ്നാമിലോട്ട്. വെൽക്കം ടു ഡനാങ് റീജിയണിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. വിയറ്റ്നാമിൽ തന്നെ 3 റീജിയൻസാണ് മെയിനായിട്ടുള്ളത്: ഡനാങ്, ഹനോയി, ഹോച്ചിമിൻ സിറ്റി. നമ്മൾ കവർ ചെയ്യുന്നത് ഡനാങ്ങും ഹനോയും ആണ് കേട്ടോ. ഹോച്ചിമിൻ സിറ്റിയാണ് ഇതിൻ്റെ ക്യാപിറ്റൽ. പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അവിടേക്ക് പോകണമായിരുന്നു, പക്ഷെ നമുക്കതിനുള്ള ലീവില്ല. അതുകൊണ്ടൊക്കെയാണ്. അപ്പം നമുക്ക് ഇറങ്ങിയാലോ. നമ്മൾ സിം കാർഡ് എടുക്കുകയാണ് കേട്ടോ. നമ്മളെടുത്തിരിക്കുന്നത് വിനാഫോൺ എന്ന് പറഞ്ഞിട്ടൊരു സിം കാർഡിൻ്റെ ആണ് കേട്ടോ. നമ്മുടെ ഗൈഡ് ഓക്കെ. അപ്പം നമ്മൾ ഡനാങ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കുകയാണ് കേട്ടോ നമ്മുടെ ഗൈഡിൻ്റെ കൂടെ. നമ്മളിപ്പോൾ നമ്മുടെ ഗൈഡിൻ്റെ കൂടെ പോവല്ലേ ജിത്തെ? എന്താ അവൻ്റെ പേര്? ഹ്യൂ ആ. അവരുടെ പേര് ആക്ച്വലി ഹ്യൂ എന്നാണ് കേട്ടോ. HUYO HYU അങ്ങനെ എന്തോ സംതിങ് ആണ്. എങ്ങനെയാണ് പ്രൊണൗൺസിയേഷൻ നമുക്ക് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. ചെറിയ പയ്യനാണ്. അപ്പം നമുക്ക് അവൻ്റെ കൂടെ പോവാം. എല്ലാവരും ആ വഴിക്കാണല്ലോ, ഇവ മാത്രം ഈ വഴിക്ക്. അപ്പം എന്തായാലും അവൻ്റെ കൂടെ നടക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ വേറെ ഒന്നും അറിയില്ലല്ലോ, അവനെ മാത്രമേ അറിയുള്ളൂ. ഇനി നേരെ പോകുന്നത് ഹോട്ടലിലോട്ട്. അതിൻ്റെ ഇടയ്ക്ക് നല്ല വല്ല കാഴ്ചകൾ കാണുകയാണെങ്കിൽ കാണിച്ചു തരാം. എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചത്തെ ഫ്ലൈറ്റ് യാത്ര? ലോങ് ഫ്ലൈറ്റ് യാത്ര. സ്ഥിരം പോകണുണ്ടെന്നൊക്കെ ആയിരുന്നില്ല. എനിക്ക് ഫ്ലൈറ്റിലൊക്കെ കയറിക്കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കര തലവേദന തുടങ്ങും. ചെവി അടഞ്ഞ തലവേദന അതെപ്പോഴും ഉള്ളതാണ്. അപ്പം അത് കാരണം കൊണ്ടാണ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കുഴപ്പമില്ല. ഇനി നമുക്ക് പൊതുവേ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ChatGPTയും ഗൂഗിളും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ റെഫറൻസ് എടുത്തിട്ടാണ് കേട്ടോ ഓരോ സ്ഥലത്തോട്ട് പോവുക. ബട്ട് ഇത് വേറൊരു കൺട്രിയാണ്. നമ്മുടെ ടൈമും ലിമിറ്റഡ് ആണ്. അപ്പം നമുക്ക് റിസ്ക് എടുത്തിട്ട് നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പാക്കേജ് എടുത്തത്. പാക്കേജിലെ ഐറ്റിനറീസും ഞാൻ സ്വപ്നം കണ്ട വിയറ്റ്നാമും തമ്മിൽ കുറേ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമായിട്ട് ഒരുപാട് നേരത്തെ കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ ഭയങ്കര പേഷ്യൻ്റ് ആയിട്ടാണ് കേട്ടോ നമുക്കെല്ലാം റിപ്ലൈ ചെയ്യുന്നത്. അതുപോലെ എനിക്ക് വേണ്ട രീതിയിൽ
അവരുടെ ഐറ്റനറീസ് അവർ മാറ്റവും ചെയ്തു. ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ കണ്ടോ, ബീച്ച് ഫ്രണ്ട് ആയിട്ടുള്ള ഹോട്ടലാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ അടിപൊളിയായിരുന്നു. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വഴിയെ കാണാം. ആള് ഫുൾ ടൈം കൂടെ ഉണ്ടാവും. ആള് ജസ്റ്റ് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യാനുള്ള ഡ്രൈവറാണ് കേട്ടോ. ഇനി വരാൻ പോകുന്നത് വേറെ ആളെന്നാണ് നമ്മൾ അറിഞ്ഞത്. നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഒന്ന് പുറത്തു പോവാണ് കേട്ടോ. അപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ്സും മസാജ് സെൻറ്ററും മാത്രമുള്ളൊരു സ്ട്രീറ്റാണ് ഇത്. എക്സാക്റ്റ് സ്ഥലം എന്ന് പറയുമ്പോൾ ഡനാങ് ബീച്ചിൻ്റെ അടുത്തായിട്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് ഇവരുടെ ഒരു ഫ്രൈഡ് റൈസ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷേ ഏതാണ് ബെറ്റർ എന്ന് നമുക്കറിയില്ലല്ലോ. നമുക്കാണെങ്കിൽ ഇപ്പം നല്ല വിശപ്പുണ്ട്. അപ്പം ഈ സമയത്ത് ഇവരുടെ എന്താ പറയുക, നൂഡിൽസും ബാക്കിയുള്ള തായ് ഫുഡ്, വിയറ്റ്നാമി ഫുഡൊന്നും ട്രൈ ചെയ്യാനുള്ളൊരു ഒരു ആ സാധനം വന്നിട്ടില്ല. അപ്പം എന്തെങ്കിലും ഹെവി ആയിട്ട് കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്, ലൈക്ക് റൈസ് ഐറ്റംസ്. അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ എന്താ യങ്സോ ഫ്രൈഡ് റൈസ് അതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു റൈസ് വിത്ത് ഗ്രിൽഡ് പോർക്ക് റിബ്സ് ആണ്. ഇത് ടേസ്റ്റ് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ അത് പറയാം, അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാം. നല്ല വിശക്കുണ്ട്. ചോപ്സ്റ്റിക്സ് കാരണം ആക്ച്വലി ഇത് വെച്ച് കഴിക്കാറില്ല. ഇതിപ്പോൾ ഇടിക്കാനൊരു നാക്കൊക്കെ ഉണ്ട്. അപ്പുറത്തൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ പിടിച്ച് കഴിക്കുന്നുണ്ട്, പക്ഷെ നമുക്കറിയില്ല അത് ഇങ്ങനെയോ. പഠിച്ചിട്ട് വരണമായിരുന്നു അല്ലേ. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. ായിരുന്നു അജിത്ത് മച്ചാനെ നമ്മുടെ. നിങ്ങൾ നോക്ക്, ഫുഡ് ഇസ് റിയലി ഗുഡ്. അത്ര കൂട്ടൊന്നുമല്ലായിരുന്നു കേട്ടോ, പക്ഷെ വാങ്ങിച്ചത് കൊണ്ട് കഴിച്ചതായിരുന്നു. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നമ്മുടെ ഫ്ലേവേഴ്സ് അല്ലേ. ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഫ്ലേവേഴ്സിൽ കഴിക്കണം. അപ്പോൾ ഇവരുടെ അതിലിട്ടിരിക്കുന്ന മീറ്റൊക്കെ കുറച്ച് റോ ടേസ്റ്റാണ്. അപ്പോൾ അതായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. കഴിച്ചു എന്തായാലും. ഇനി വേറെ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ നോക്കാം, നോക്കി പോവാം. ഈ സ്ട്രീറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ, ഒന്ന് കണ്ടോക്ക്. ഫുള്ള് മസാജും റെസ്റ്റോറൻറ്റ്സും, അതേപോലെ അപ്പുറത്തും അതെ മറിച്ച് റെസ്റ്റോറൻറ്റ്സും മസാജ് സെൻറ്ററും. വാട്ട് ഇസ് ദിസ് അല്ലേ. ഓക്കെ, ഇവിടെ സ്പാൻ്റെയും മസാജിൻ്റെയും ഒക്കെ റേറ്റ് ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട. 2 ലക്ഷം എന്ന് പറയുമ്പോൾ നാട്ടിൽ എത്ര രൂപ വരും? അത് ഞങ്ങൾക്ക് ഗൂഗിളിന്റെ ഹെൽപ്പോട് കൂടി പറയണം. ഇതൊക്കെയാണ് റേറ്റ്സ് ഏകദേശം. ഇങ്ങനെ കുഞ്ഞു സ്പാ സെന്ററുകൾ കുറേ ഉണ്ട് കേട്ടോ. 667 രൂപയാണ് 45 മിനിറ്റ്സിന്റെ ഫുഡ് മസാജ്. റേറ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഡ്രൈ സോഫ്റ്റ് ആയിട്ടുള്ള മാംഗോ ചില്ലിയും സോൾട്ടും ഇട്ട് വെച്ചിരിക്കുന്നു. അതേപോലെ ഇത് ഡ്രൈ മാംഗോ ആണ്. അതേപോലെ പൈനാപ്പിളും പാഷൻ ഫ്രൂട്ടും എല്ലാം ഉണ്ട് കേട്ടോ. ആലോചിക്കുന്നു ഇതെന്താ ഐറ്റം എന്ന് വെച്ചാൽ ഒരു ബ്രെഡാണോ. ദേ ഇത്ര ഐറ്റംസ് എടുത്തു കേട്ടോ. ഈ 2-3 ഐറ്റംസിന് തന്നെ 50,000 രൂപയായി. കാവത്ത് അല്ലേ അത് തോന്നുന്നു, അതിൻ്റെയാണ് ഫ്ലേവർ. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ബണ്ണിൻ്റെ നല്ല സ്മെല്ലുണ്ട്. കഴിക്കാം നമുക്ക്. ഇത് കൊള്ളാം. ഓക്കെ അല്ലേ.
ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഇവരുടെ ഫുഡ് എല്ലാം ചിലപ്പോൾ അത്രയ്ക്ക് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ നമുക്ക് ഒരു സേഫ്റ്റിക്ക് എപ്പോഴും ഇങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഞങ്ങൾ വലിയൊരു ബോട്ടിൽ വാങ്ങിച്ചു. കണ്ടോ, ഈ ഒരു ബോട്ടിലിന് തന്നെ എത്രയാ, 11,000 ആണ്. നമ്മുടെ നാട്ടിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ അത്രയ്ക്ക് ഇല്ല. പക്ഷെ ഇവിടുത്തെ വിയറ്റ്നാമി ഡോങ് വെച്ചിട്ട് 11,000 ആണ്. 36 രൂപ. നമ്മുടെ നാട്ടിൽ അത്രേ ഉള്ളൂ. ശരിക്കും ഇവിടെ ഭയങ്കര വില കുറവ് എല്ലാത്തിനും. ആ, ഇവിടെ അതിനെ ഞാൻ ഉദ്ദേശിച്ചത് മൂല്യം കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പൈസ വെച്ചിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വാങ്ങുകയാണെങ്കിൽ ഭയങ്കര ലാഭം തോന്നും നമുക്ക്. നമ്മൾ ഈ ഒരു മിനിമാർട്ടിൽ നിന്നാട്ടോ വാങ്ങിച്ചത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ടൈം ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണേ ഹോട്ടലിൽ. അപ്പം നമ്മൾ അജിത്ത് അവിടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. ഉണ്ടോ, ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് നമുക്ക് റൂമിൽ പോവാം. കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടത് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വീഴും. രാത്രി ഇറങ്ങാം നമുക്ക്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബീച്ചാന്ന് പറഞ്ഞില്ലേ, അപ്പം നമ്മൾ രാത്രി കൊണ്ട് ഇറങ്ങും. താങ്ക് യു. കോംപ്ലിമെൻ്ററി ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ അതേ ക്ലൈമറ്റ് കേട്ടോ, അത് കാരണം നല്ല ചൂടുണ്ട്. കുട എടുക്കാമെന്ന് വെച്ചത്, പക്ഷേ വെയിറ്റ് കാരണം നമ്മൾ എടുത്തില്ല. നമ്മളിപ്പോൾ 2 റെയിൻ കോട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് ചിലപ്പോൾ മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ ഗൈഡ് വിളിച്ച് പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളൊരു സേഫ്റ്റിക്ക് 2 റെയിൻ കോട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. വെള്ളം കുടിക്കാണ്ട് ഭയങ്കര സീനാട്ടോ. ആരും ഇതൊക്കെ കുടിക്കുമ്പോൾ ഭയങ്കര സമാധാനം.